ഹായ്, നമുക്കിന്നൊരു പുതിയ ഡിഷുമായിട്ടാണ് വന്നൊരു സോയ മഞ്ചൂരി നമുക്ക് ഉണ്ടാക്കാം. നമുക്കത് ഒന്ന് വെള്ളം തിളപ്പിച്ച് അതിലൊന്ന് വേവിച്ചെടുക്കാം ഉപ്പിട്ട്. ഓക്കെ, സോയ മഞ്ചൂരി ഇത്രയും എടുത്തിട്ടുണ്ട്. അവന് വേണ്ടി ചെയ്യുന്നതാണ്. അവനിത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. 2-3 ദിവസം കൊണ്ട് പറയുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കും, മോക്കും ചെയ്ത് കൊടുക്കും. അപ്പോൾ അവന് 2-3 ദിവസം കൂടെ ഒരാഗ്രഹം കഴിക്കണമെന്ന് സോയ മഞ്ചൂരി. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. എൻ്റെ ബാക്കി കഥകൾ കുറേശ്ശെ ഇതിൽ ഷെയർ ചെയ്യാമല്ലോ, പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, പാചകവും നടക്കും, എൻ്റെ ജീവിതാനുഭവങ്ങളും പറയാം. ഓക്കെ, അപ്പം കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുത്തേക്കാം. ഉപ്പ് പിടിക്കണമല്ലോ അതിൽ കുറച്ച്. വെള്ളം തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിതായിട്ടുണ്ട് കേട്ടോ. നമുക്കിതെടുത്ത് ഊറ്റാം. ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. നമുക്ക് തണുത്തിട്ട് നമുക്കതിൽ വെള്ളമൊക്കെ പിഴിഞ്ഞ് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഇതാക്കി വറുത്തെടുക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോയ മഞ്ചൂരി അല്ലേ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? പിന്നെ ഇന്നലെ ഒരു ഷൂട്ട് എടുത്തായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു, കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്നെ ഒരുപാട് പല രൂപത്തിലും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ജോലിക്ക് പോയിട്ടാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയതെന്ന്. അപ്പോൾ അവിടെ വെച്ച് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് കുറച്ച് ആൾക്കാർ കൂടി എന്നെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് അവരങ്ങ് പോയി. കാരണം അവരും ജീവിക്കാൻ വന്നതല്ലേ, അപ്പോൾ അവർക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങ് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അവരങ്ങ് പോയി. അപ്പം ഞാൻ തന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അധികം പരിചയം ഒന്നുമില്ല. പോയി ഒരു 2-3-4 മാസം ആയതേ ഉള്ളൂ പോയിട്ട്. അപ്പോഴാണ് ആക്സിഡൻറ്റ് പറ്റിയത്. ഒറ്റയ്ക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, അപ്പോൾ ഒരു നേഴ്സ് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു എന്നാ പറ്റി എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയതാണ്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, വേദന കുറയാൻ എനിക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻ തരുമോ? ഞാൻ അവിടെ കിടന്ന് നിലവിളിക്കുവാണ്. അതായത് ആ സ്പോട്ടിൽ തന്നെ നട്ടെല്ല് പൊട്ടിപ്പോയി. അപ്പോൾ അരയ്ക്ക് താഴെ വെച്ച് അപ്പോഴേ തന്നെ തളർന്നു പോയി എനിക്ക്. അപ്പോൾ അതിൻ്റെ വേദനയാണ്. അപ്പോൾ എനിക്കറിയില്ല. പിന്നെ സ്കാൻ ചെയ്തൊക്കെ നോക്കിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ സർജറി വേണം, എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു സർജറി. അപ്പോൾ കൂടെ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ആരെങ്കിലും ഉണ്ടെങ്കിലേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു ആരുമില്ല, അവർ കൊണ്ടാക്കിയിട്ട് അവർ പോയി എന്ന് പറഞ്ഞു. പിന്നെ 10-15 ദിവസം അവർ പിന്നെ സർജറി ചെയ്തില്ല. എനിക്ക് ഇഞ്ചക്ഷൻ മാത്രം തന്ന് വേദനയ്ക്കുള്ള കുറയാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ തന്നിട്ട് ഹോസ്പിറ്റലിൽ തന്നെ അങ്ങ് കിടത്തിയിരുന്നു. 15 ദിവസം ആരുമില്ല, അനാഥയായിട്ട് ഞാനങ്ങനെ കിടക്കുമായിരുന്നു. അവിടെ ഒന്ന് ആശ്വസിപ്പിക്കാനും ആരും എനിക്കില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ നേഴ്സുമാരാണ്, അവിടെ എനിക്ക് മലയാളി 2-3 നേഴ്സുമാരുണ്ടായിരുന്നു. അവരാണ് എന്നെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത്, പോട്ടെ മോളെ ശരിയാവും, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ ഏറ്റെടുത്ത ഡോക്ടർ പറഞ്ഞു ആളില്ലല്ലോ, അപ്പോൾ അവർക്ക് സർജറി ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും സംഭവിച്ച് അവർ ഉത്തരം പറയണ്ടേ. അപ്പോൾ അവർ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു കയറ്റി അയക്കാൻ പറഞ്ഞു.
നാട്ടിലോട്ട് വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ നേഴ്സ് എന്നോട് ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ വിട്ടേക്കരുത്, എന്നെ കയറ്റി ഇങ്ങനെ എന്നെ അയക്കരുത്, എന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ കൊന്നിട്ടങ്ങ് കയറ്റി അയച്ചേക്കെന്ന് പറഞ്ഞു. കാരണം എൻ്റെ നാട്ടിലെ അവസ്ഥ എനിക്കറിയാം, വീട്ടിൻ്റെ അവസ്ഥ അറിയാം. കാരണം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീടാണ്. ഞാൻ കുഞ്ഞു ഒരു ഓലപ്പര വീട്ടിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എനിക്ക് പറയാൻ മടിയൊന്നുമില്ല കേട്ടോ. എനിക്ക് ആരോട് പറയാനും മടിയില്ല, ഞാൻ ഇന്നടത്താണ് ജനിച്ചത് എന്നൊന്നും എനിക്ക് പറയാൻ മടിയില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചാണകം മൊഴിയ വീട്ടിലൊക്കെയാണ് ഞാൻ കിടന്ന് വളർന്നത്. അപ്പം എൻ്റെ വീട്ടിലെ സാഹചര്യം എനിക്കറിയാം. എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോകുന്ന കണ്ടിട്ട് എനിക്ക് ആദ്യം ഇവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു എയർപോർട്ടിൽ കാർഗോയിൽ, അപ്പം ട്രാവൽസിൽ. അപ്പോൾ ആ ജോലി ഇതാക്കിയിട്ട് എൻ്റെ അമ്മ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന ഒരു ദിവസം ഇങ്ങനെ ജോലി ചെയ്യുന്ന കണ്ടായിരുന്നു ഞാൻ. അമ്മ ജോലിക്ക് പോണതറിയാം, എങ്കിലും എന്ത് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മ പറയില്ല, പാവമാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഓഫീസിലിരിക്കുന്ന സമയത്ത് എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, സ്റ്റാഫ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, മിനിയുടെ അമ്മയല്ലേ ഇതേ പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ശരിയാണ്, എൻ്റെ അമ്മ ഒരു വലിയ കരിങ്കല്ലെടുത്ത് തലയിൽ വച്ച് കൊടുക്കും ഒരു ചേട്ടൻ. അപ്പോൾ അതെടുക്കാൻ മേലാതെയാണ് എൻ്റെ അമ്മ പോകുന്നത്. ആ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ അമ്മ ഈ ജോലിയാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സ്പോട്ടിൽ അപ്പോഴവിടെ ഇരുന്നിട്ട് വിചാരിച്ചു, ഞാൻ കുടുംബത്തിന് വേണ്ടി ഞാൻ പോകാം. എനിക്കത് പറയുമ്പോൾ എപ്പോഴും സങ്കടമായിരുന്നേ. അപ്പോൾ നമുക്ക് ഇത് പിഴിഞ്ഞെടുത്തായിരുന്നു, നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മുളക് ഇതൊക്കെ നമുക്കെടുത്ത് വയ്ക്കാം കേട്ടോ. അതിന് എരിവ് ഇഷ്ടമല്ല, അപ്പം കാശ്മീരി മുളക് എടുക്കാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് മസാല ചെയ്താൽ മതി, ഇത് മിക്സ് ചെയ്താൽ മതി. മഞ്ഞൾപ്പൊടി ശകലം എടുക്കാം. കുരുമുളക് പൊടി, കറി മസാല പൊടിയെടുക്കാം. നല്ല ഫ്ലേവറൊക്കെ വേണ്ടേ, നല്ല ടേസ്റ്റ് ഫ്ലേവർ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ലേശം ഉപ്പ്, നമ്മൾ നേരത്തെ ഉപ്പിട്ടായിരുന്നു, എന്നാലും ലേശം ഉപ്പ് മസാലയ്ക്ക് വേണമല്ലോ. വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഇതിലുണ്ട്. നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തട്ടിക്കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അതായത്. എനിക്കത് ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ. കുറച്ച് മസാല മതി, കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണയിലിടുമ്പോഴത്തേക്ക് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കുറച്ച് മസാല ഒരു 5 മിനിറ്റ് നമുക്ക് വച്ചേക്കാം. ഓക്കെ, ആക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളുത്തുള്ളി വേണം, ഇച്ചിരി തോനെ വേണം. പിന്നെ ഒരു ക്യാപ്സിക്കം ഉണ്ട്, ക്യാപ്സിക്കം വെളുത്തുള്ളിയാണ് ഇതിന് ആഡ് ചെയ്യുന്നത്. നമുക്ക് വറുത്തിട്ട് അത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി മതി, ഒത്തിരി വേണ്ട, പകുതി മതി. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് അരിഞ്ഞിട്ട് വരട്ടെ.
അപ്പോൾ അത് നമുക്ക് എന്നിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പം ക്യാപ്സിക്കവും വെളുത്തുള്ളി അരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വച്ചേക്കാം. ഇത് നമുക്ക് വറുത്ത് കോരാം ആദ്യം. ഓക്കെ, അത് വലിയ പേന ചെറുതില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഒറ്റ ട്രിപ്പിന് അങ്ങ് വറുത്തെടുക്കാമല്ലോ, അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് വറുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ചട്ടി ചൂടാകട്ടെ. ഓക്കെ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇട്ട് കൊടുക്കാം. അതിൽ കിടന്ന് മുക്കട്ടെ കേട്ടോ. നമുക്കിതിലേക്ക് വറുത്ത് കോരിയെടുക്കാം പാത്രത്തിൽ. ഓക്കെ, എണ്ണ പോരെ കേട്ടോ, കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം. കുറേ ഉണ്ടല്ലോ. ഇതിൽ നല്ല എണ്ണ പിടിക്കും കേട്ടോ സോയാബീനിൽ. ഇതിൽ കിടന്നൊന്ന് മൂക്കട്ടെ. അപ്പം ഞാനവിടെ ഹോസ്പിറ്റലിലവിടെ 15 ദിവസം അവിടെ കിടക്കുവാണല്ലോ. 15 ദിവസം ഇങ്ങനെ അനാഥയെ പോലെ അവിടെ കിടക്കുമായിരുന്നു. ആരുമില്ല മിണ്ടാനും പറയാനും ആശ്വസിപ്പിക്കാനും ഒന്നുമില്ല. ഞാനിങ്ങനെ എഴുന്നേക്കാൻ മേലല്ലോ, കട്ടിലിങ്ങനെ കിടക്കും. അപ്പോൾ ആ നേഴ്സുമാരാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഫുഡൊക്കെ എനിക്ക് തരുന്നതും എല്ലാം ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. ഇങ്ങനെ കയറ്റി വിടാൻ ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഞാനും പറഞ്ഞു എന്നെ കൊന്നിട്ട് അങ്ങ് കയറ്റി അയച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു മോളെ അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൻ്റെ സാഹചര്യം എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്, അവർക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ പോയത്. എൻ്റെ അമ്മയോട് പറഞ്ഞമ്മ നീ ജോലിക്കൊന്നും പോകണ്ട, ഞാൻ നോക്കിക്കോളാം കുടുംബം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് നേഴ്സുമാർ പറഞ്ഞു എന്ത് ചെയ്യും മോളെ, ഡോക്ടർ ചെയ്യുന്നില്ലല്ലോ സർജറി, ഇങ്ങനെയാണ് കാര്യം, എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് അത് ദൈവം അയച്ചതാണ്, എൻ്റെ ആബ അയച്ചതാണ് ആ ഡോക്ടറിനെ. സത്യം എനിക്ക് വേണ്ടിയിട്ട് അയച്ചതാണ്. ഡോക്ടർ 3 മാസം കൂടുമ്പോഴത്തേക്ക് അവിടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് വരും. 3 മാസം 6 മാസം കൂടുമ്പോൾ. അങ്ങനെ ആ ഡോക്ടർ വിദേശത്തുനിന്ന് വന്നതാണ്. ആ പുള്ളിക്കാരൻ ഇങ്ങനെ റൗണ്ടിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ നേഴ്സുമാർ പരിചയപ്പെടുത്തി ഇങ്ങനെയാണ് അവസ്ഥ, ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ കിടക്കുവാണ്, ഡെയിലി ഇഞ്ചക്ഷൻ തരും വേദനയ്ക്ക്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല, വേറൊരു ഡോക്ടർ ഏറ്റെടുത്തല്ലേ, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നേഴ്സുമാർ എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരിയും ട്രൈ ചെയ്തു, ഒത്തിരിയും ട്രൈ ചെയ്തു, പറഞ്ഞില്ല പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ 2 ദിവസം അവർ പറഞ്ഞു മാക്സിമം. അപ്പോൾ പറഞ്ഞു പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ കിടക്കും. അപ്പോൾ ഒരു ദിവസം വെളുപ്പിന് എങ്ങണ്ട നേഴ്സുമാരെന്നെ ഒരു 4 മണിയായപ്പോഴത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പല്ലൊക്കെ തേയിപ്പിച്ചു, എല്ലാം കിടക്കയില്ല, അവരെല്ലാം ചെയ്തൊന്ന് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ എന്നോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു, സർജറി ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ ഡോക്ടർ സമ്മതിച്ചോന്ന് ചോദിച്ചു. പറഞ്ഞു എന്തോ ഇപ്പോൾ വിളിച്ചിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞ് പെട്ടെന്ന് തന്നെ സർജറിക്കുള്ള ഒരുക്കം ചെയ്യാൻ പറഞ്ഞു, എന്നെ അതിനകത്തോട്ട് കയറ്റാൻ പറഞ്ഞു. അപ്പോൾ ബാക്കി പിന്നെ പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ അതിശയിപ്പോയി. കാരണം 2 ദിവസം കൊണ്ട് ഇവർ പറയുമായിരുന്നു പിന്നെ പറ്റത്തില്ല, എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് ഇവർ തന്നെ ആലോചിച്ചത്, എന്ത് പറ്റി ഈ ഡോക്ടറിന് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് വെളുപ്പിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് പിന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നാലും സർജറി നടക്കട്ടെ എന്ന് വിചാരിച്ചു നേഴ്സുമാർ. അങ്ങനെ തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ സർജറിക്ക് കൊണ്ടുപോയി, വെളുപ്പിന് കൊണ്ടുപോയി എന്നെ ഇതാക്കി. സർജറി കഴിഞ്ഞു. കാരണം ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് നട്ടലല്ലേ, താഴത്തെ നട്ടലിൻ്റെ എൻഡാണ് പൊട്ടിയത്. അപ്പോൾ അവിടെ 3 കമ്പി ഒരു സ്പ്രിങ് ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അരയ്ക്ക് താഴെ വെച്ച് തളർന്നു പോയി. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊന്ന് നോക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. നമുക്കിത് കൂത്തിട്ട് നോക്കാം. എണ്ണ ഭയങ്കരമായിട്ട് വേണമല്ലോ അതിന്. എണ്ണ ഒത്തിരി പിന്നെ വലിച്ചെടുക്കുമായിരുന്നു. പോരെങ്കിൽ ഇച്ചിരി ഒഴിക്കാം കേട്ടോ. ഞാൻ കുറച്ചാണ് ഒഴിച്ചത്, കാരണം ഇത് ഇച്ചിരി കൂടുതലുണ്ട് ക്വാണ്ടിറ്റി. ഇത് വെറുതെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം, പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി, അപ്പം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഈ ഡിഷ് വെറുതെ വേണമെങ്കിൽ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് വിചാരിച്ച് പിള്ളേർക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. സമയം കിട്ടുമ്പോഴൊക്കെ അവർ പറയും. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നോട് പറയും മമ്മി ഇന്നത് വേണം എന്നൊക്കെ എന്നോട് പറയും. അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ ചെയ്തു തരാം. കാരണം ഷോപ്പിലും പോകണമല്ലോ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഒക്കെ നോക്കണം. കാണുന്നുണ്ടോ? ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് എടുക്കാം. പ്ലേറ്റിലോട്ടെടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ഓക്കെ. വെളുത്തുള്ളി, ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്. 1ൻ്റെ പകുതിയേ എടുത്തുള്ളൂ. ക്യാപ്സിക്കം വലുതായിരുന്നു. വെളുത്തുള്ളി ഒരു ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 3 അല്ലി, വലുതാണെങ്കിൽ ഒരു 1 മതിയാവും. നമുക്കിതിൽ തന്നെ വയ്ക്കാം. വേറെ ആണ്, ഇത്രയും ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലാണ്. അപ്പം വേറെ പാത്രം ഇല്ല, ചെറുതേ ഉള്ളൂ. പിന്നെ ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, നന്നായിട്ട് ഇളക്കിയെടുക്കാമല്ലോ മിക്സ് ചെയ്ത്. ചട്ടി ചൂടാവട്ടെ. ഓക്കെ. കുറച്ച് വയ്ക്കാം. അപ്പോൾ എന്നെ സർജറിയിലോട്ട് അങ്ങ് കയറ്റിയായിരുന്നു, സർജറി റൂമിൽ. എന്നിട്ട് സർജറിയൊക്കെ കഴിഞ്ഞു. ഒരു വെളുപ്പിനെയാണ് കയറ്റിയത്. ഫസ്റ്റ് എൻ്റെ ആയിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു സർജറി ഇതിലൊക്കെ കയറുന്നത്. ഞാനിങ്ങനെ കയറുമ്പോൾ തന്നെ മൊത്തം അവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് പേടിച്ചു ഉള്ളിൽ. കാരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ, അതുപോലെ സജ്ജീകരണമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാനങ്ങ് പേടിച്ച് ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ എന്ന് വെച്ചാൽ എൻ്റെ അപ്പനിലേക്ക് ഞാൻ മുഴുവനും അങ്ങ് സമർപ്പിച്ചു. കാരണം ആരുമില്ല എനിക്ക് ഒന്ന് ആശ്വസിപ്പിക്കാൻ, നല്ല വാക്ക് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാനൊന്നും ആ സമയത്ത് ആരുമില്ല, ഒറ്റയ്ക്കാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല നാട്ടിലെനിക്ക് ആക്സിഡൻറ്റ് പറ്റി, എനിക്കിങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നേഴ്സുമാർ അതിനിടയ്ക്ക് എന്നോട് ചോദിച്ചു നാടെവിടെയാണ് അന്നൊന്നൊക്കെ ചോദിച്ചു, അഡ്രസ്സുണ്ടോ. അന്നൊന്നും ഫോണില്ലായിരുന്നു.
ഫോണുണ്ട്, ലാൻഡ് ഫോണായിരുന്നു, അന്നൊന്നും മൊബൈലില്ല. അപ്പം വീട്ടിൽ ഫോണില്ല. അപ്പോൾ അടുത്ത അയൽവക്കത്താണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അവരവിടെ വന്നിരിക്കും. അപ്പോൾ ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നേഴ്സിനോട് പറഞ്ഞു അവർക്ക് താങ്ങാൻ പറ്റില്ല, അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല, അപ്പോൾ അവരെ അറിയിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അപ്പോൾ കത്താണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കത്തയക്കും, അല്ലെങ്കിൽ വിളിക്കും. അപ്പോൾ എന്നോടിങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് അഡ്രസ്സ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അഡ്രസ്സ് മാറ്റി വച്ചായിരുന്നു അത്. അപ്പോൾ എന്നെ സർജറിക്ക് കൊണ്ടുപോകണ സമയം, അതുവരെ ഞാൻ ആ റൂമിലാണല്ലോ 15 ദിവസവും. അപ്പോൾ സർജറിക്ക് കൊണ്ടുപോകണ സമയം റൂമിൽ ഞാനില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് തന്നെ ഒരു നേഴ്സ് അഡ്രസ്സ് തപ്പിയായിരുന്നു. അങ്ങനെ എടുത്തു ഞാനറിയാതെ കത്തയച്ചു കൂടെ. അപ്പോഴാണ് ഞാൻ അറിയുന്നില്ല കത്തയച്ചത്. അപ്പോൾ ഇവിടെ അമ്മ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ മരണ വീട് പോലെ ആയിരുന്നു. എല്ലാവരും പറഞ്ഞു, അടുത്തുള്ളവരൊക്കെ പറഞ്ഞു മരണ വീടായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മ പള്ളിയിലൊക്കെ പോയി കിടന്ന് ഭയങ്കര കരച്ചിൽ പ്രാർത്ഥിക്കുകയൊക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ. എണ്ണ ഒഴിക്കാൻ ചട്ടി ചൂടായെന്ന് തോന്നുന്നു. നമുക്കിതും പറയാം, പാചകവും ചെയ്യാം. ഓക്കെ, എഴുന്നേറ്റ് നോക്കട്ടെ. നിന്നിട്ട് എനിക്ക് ഇരുന്നിട്ട് കാണാൻ പറ്റില്ല എത്ര എണ്ണ ഒഴിക്കുന്നെന്ന്. ഇത്രയും മതി. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടാവട്ടെ. അപ്പം എന്നാ പറഞ്ഞേ, അപ്പോൾ അവർ ഇവിടെ അറിയിച്ചു. അപ്പോൾ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനിത് അറിയുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ പറയണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് അവരോട്. പക്ഷെ എന്നെ അറിയാതെ അവർ ഇവിടെ അറിയിച്ചു. അപ്പോൾ ഞാൻ കാരണം ആരും വിഷമിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അത് അങ്ങനെ എന്ത് ചെയ്ത് സർജറി കഴിഞ്ഞു. ഒരു 6 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത് ഡോക്ടർ. സർജറി അത്രയ്ക്കും വലിയ സർജറിയാണ്. പിന്നെ ഇവിടെ നിന്ന് ബാക്ക് സൈഡിൽ നിന്ന് അറ്റം വരെ നട്ടെല്ലിൻ്റെ അവിടം വരെ സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞു എന്നെ കൊണ്ട്. അപ്പോൾ ഐ സിയുയിലാണ് കിടത്തിയിരുന്നത്. ഒരാഴ്ച ICUവിനകത്തായിരുന്നു കിടത്തിയിരുന്നത്. അപ്പം ഭയങ്കര വേദന സഹിക്കാൻ ബോധം നമുക്ക് മരവിപ്പിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ബോധം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർമ്മ വന്നപ്പോഴത്തേക്ക് വേദന സഹിക്കാൻ വയ്യ. അപ്പം തുടങ്ങി വേദന. അങ്ങ് നമ്മുടെ പച്ച മാംസത്തിലൊക്കെ ഇതൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമുക്കൊരു കത്തി കൊണ്ട് തന്നെ വേദനയായിരിക്കും ഇല്ലേ. അപ്പോൾ ഒത്തിരി വേദന ഞാൻ സഹിച്ചിട്ടുണ്ട്. ഒത്തിരി ഞാനിങ്ങനെ പറയുന്നെങ്കിലും ഉള്ളിൽ ഭയങ്കര വിഷമമാണ്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഓർത്ത് കിടക്കാറുണ്ട് പല രാത്രികളും. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. എണ്ണ ചൂടാൻ തോന്നുന്നു. വെളുത്തുള്ളി ഇടാം കേട്ടോ. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് മൂക്കണ്ട കേട്ടോ, കുറച്ചായാൽ മതി. കാണുന്നില്ല അല്ലേ നിങ്ങൾക്ക്? അറിയാമല്ലേ? കണ്ടോ? നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ രണ്ടും കൂടെ കിടക്കട്ടെ. ക്യാപ്സിക്കവും രണ്ടും കൂടെ അതിനകത്ത് കിടന്ന് ഒരു 2 മിനിറ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞെടുക്കാവേ. ഇച്ചിരി മല്ലിയില വേണമല്ലോ നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ.
പക്ഷേ എൻ്റെ വിഷമങ്ങളൊന്നും ഞാൻ അങ്ങനെ ആരോടും പറയാറില്ല കേട്ടോ. എൻ്റെ എന്ത് വിഷമമുണ്ടെങ്കിലും എൻ്റെ ആബയോട് മാത്രമേ പറയുള്ളൂ. അങ്ങനെ ഞാൻ എന്ന് വെച്ചാൽ എന്തിനും മറ്റുള്ളവർ വിഷമിക്കണം, ഞാനെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. ഞാനെപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരുടെ മുന്നിലിരിക്കാറുള്ളൂ. വിഷമം ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കില്ല. ഞാൻ മാത്രം യേശുവായി അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് കാണിക്കില്ല. അപ്പോൾ എൻ്റെ വിഷമം ഞാനങ്ങനെ ആരോടും പറയാറില്ല. പക്ഷേ ഇതിലെന്തോ എനിക്ക് എങ്ങനെ ആണ്. കാരണം എൻ്റെ എന്നെ അവിടെ മുതൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ പൊന്നു പോലെ എന്നെ ഇതുവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് പറയണം ലോകത്തോട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറയുന്നത്. എനിക്കങ്ങനെ പറയാൻ മനസ്സ് തന്നത് അതുകൊണ്ടാണ്. എന്നാൽ മുമ്പ് ഞാൻ ഒരു 6-7 വർഷത്തിന് മുന്നേ ഇങ്ങനെ 6-7 കുറേ വർഷം 10 വർഷം അടുത്ത് ഞാൻ അപ്പോഴാലോചിച്ചു, എൻ്റെ എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ എനിക്കിത് ലോകത്തോട് എനിക്ക് വിളിച്ച് പറയണോ. അപ്പോൾ എനിക്കിത് അപ്പനെക്കുറിച്ച് അറിയണോ എല്ലാവരും എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അന്നേ ഞാൻ പറയുമായിരുന്നു, എന്തെങ്കിലും എനിക്ക് നടക്കാൻ പറ്റുവാണെങ്കിൽ ഞാനിതെല്ലാവരോടും. കാരണം വീട്ടിൽ ഇരുന്ന് തേങ്ങയാണോ തോന്നുന്നു, എന്നെ ഒച്ചയാണ്, പേടിച്ചു പോയി. അപ്പം നോക്കട്ടെ ഒന്ന്. കുറച്ചുകൂടെ ആവണം. ഞാൻ തീ കുറച്ച് വെച്ചേക്കുവാണ്. ഓക്കെ, നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് പറയാം ബാക്കി. ഓക്കെ, കുറച്ച് പറയാം. എല്ലാം പറയാൻ പറ്റില്ല, കുറച്ച് നമുക്ക് പറയാം. ഇതൊക്കെ ടൊമാറ്റോ സോസ്, ഇത് ഗ്രീൻ ചില്ലി സോസ്, ഇത് സോസ് ഇത് സോയാ സോസ്. ഓക്കെ, ഒരുപാട് മൂക്കണ്ട കേട്ടോ, ബ്രൗണൊന്നും ആക്കണ്ട. ഒരു പച്ച ചൊവ്വ ഒന്ന് മാറണം, കുത്തൽ മാറണം ആ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ. ഇരുന്ന് പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കുഴിയുള്ളതാണത്, അപ്പം കാണില്ല. ഞാൻ സോയാ സോസ് മസാല കഴിച്ചായിരുന്നേ, അപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ ഇട്ടതിൽ 2 പ്രാവശ്യം ഇട്ടായിരുന്നു. മസാലയിലും സോയാബീനിലും ഉണ്ടായിരുന്നു, പക്ഷെ പോരാ. അപ്പോൾ ഒരു ലേശം ഇതിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ലേശം. എന്നെ ഒച്ചയായിരുന്നു, തേങ്ങ വീണതാന്ന് തോന്നുന്നു. ഇവിടെ വന്ന് വീണു, അപ്പുറത്തെ വീട്ടിലെയാ. ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. നമുക്കിതൊക്കെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി സോസ് ഗ്രീൻ ചില്ലിയാണ്. ഇതൊത്തിരി ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി കൂടുതൽ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ സോസ്. ഓക്കെ, അഴിച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് മക്കൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ടൊമാറ്റോ സോസ്. നല്ല ഒത്തിരി കഴിക്കും, ഒരുപാടല്ല. ഈ ഫ്രൈഡ് റൈസ് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്. ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും. ഇത് നല്ല ഹെൽത്തിയാണ്, നമുക്ക് ശരീരത്തിനൊക്കെ നല്ല സാധനമാണ്. മുഖം കാണുന്നില്ല അല്ലേ? നമുക്കിതിന് തട്ടിക്കൊടുക്കാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വെറുതെ കഴിക്കും. വലിയവരൊക്കെ മുതിർന്നവരൊക്കെ കഴിക്കുന്ന കുറവാണ്, അങ്ങനൊക്കെ പിള്ളേർക്കായത് കൂടുതൽ ഇഷ്ടം. എനിക്കിഷ്ടമാണ്, ഞാൻ 1-2 പീസൊക്കെ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കും. അങ്ങനെ ഒത്തിരിയും കഴിക്കില്ല.
ചായ ഹലോ. ഇനി ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, പിന്നെ നോക്കാം. ഓക്കെ. ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് മല്ലിയില ഒന്ന് ലേശം കുറച്ചുണ്ട്, അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞു. അതൊന്നിരുന്ന് സെറ്റാവട്ടെ. ഉപ്പും നല്ല സോയാ സോസും ഗ്രീൻ ചില്ലിയും ടൊമാറ്റോ സോസൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ എന്നാ പറഞ്ഞു വന്നേ? അപ്പം സർജറിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ ICUവിൽ കിടത്തിയിരിക്കുക. അത് കഴിഞ്ഞ് ഡോക്ടർ എന്തൊക്കെയോ നേഴ്സുമാരോടൊക്കെ പറഞ്ഞത്. അത് ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് അറിയുന്നത്. നേഴ്സുമാരെന്നോട് പറയുന്നത് ഇങ്ങനെ അത് ഞാൻ ചോദിച്ചൊരു ദിവസം ഇവരോട്, ഡോക്ടറിന് എന്ത് പറ്റി, പെട്ടെന്ന് തന്നെ ചെയ്യില്ല എന്നല്ലേ പറഞ്ഞു, പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി എന്നെ സർജറി ചെയ്യാനായിട്ട് എന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഒരാഴ്ച ICUവിൽ കിടന്നിട്ട് പിന്നെ എന്നെ റൂമിലോട്ട് മാറ്റി. അപ്പം ആദ്യം 10-15 ദിവസം കിടന്നത് വേറെ ആൾക്കാർ കിടക്കുന്ന കൂട്ടത്തിലാണ് എന്നെയും കിടത്തിയത്. കാരണം ആ ഒരു റൂമിൽ 4 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു സെപ്പറേറ്റ് റൂം കൊടുക്കണം, അവിടെ കിടത്തണമെന്ന് പറഞ്ഞു. ഈ സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞു, നേഴ്സിനോട് പറഞ്ഞു. അപ്പോൾ നോക്കാനൊന്നും ആരും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണത്തക്ക രീതിയിലുള്ള റൂം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോഴത്തേക്ക് അതായത് ഇവരുടെ റിസപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നാൽ വിളിപ്പുറത്തുള്ള ആ ഒരു റൂം, അതായത് ഡോക്ടർമാരൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യുന്ന റൂമാണ് അത്. നല്ല VIP റൂമാണ്, AC TV എല്ലാ സജ്ജീകരണങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ആ റൂം കൊടുക്കാൻ പറഞ്ഞു. അപ്പം നേരെ റിസപ്ഷൻ്റെ നേരെയാണല്ലോ, അപ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ അവിടെ നിന്ന് ബെല്ല് അമുക്കുമ്പോഴത്തേക്ക് അവർ ഓടി വരും. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ട് കേട്ടോ. ഞാൻ ഉറങ്ങുന്ന ടൈമിനൊക്കെ വന്ന് എന്നെ നോക്കും, എടുക്കും ഒക്കെ ചെയ്യും. എന്നെ പൊന്നുപോലെ അവർ നോക്കിയത് സത്യം പറഞ്ഞാൽ നേഴ്സ് പറയും. ആരാണെന്നറിയില്ല, അമ്മയുടെ പ്രായമുണ്ട്, പിന്നെ ചേച്ചിയുടെ പ്രായം വരും, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. കുറേ നേഴ്സുമാർ സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒത്തിരി പേരുണ്ട് അവിടെ. പിന്നെ എപ്പോഴത്തേക്ക് സർജറി കഴിഞ്ഞു. ആ സർജറിക്ക് മുമ്പ് ഒത്തിരി പേര് വന്നു കേട്ടോ. അതായത് അവിടുത്തെ പള്ളിയിലിങ്ങനെ ചർച്ചിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന, ആരുമില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്, അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ. അങ്ങനെയൊക്കെ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്നു തുടങ്ങി എന്നെ കാണാനായിട്ട് റൂമിൽ. ഒത്തിരി പേര് വന്നു, ഒത്തിരി മലയാളീസ് വന്നിട്ട് എവിടെയാ സ്ഥലം എന്നൊക്കെ ചോദിച്ചു. പിന്നെ അവർ എനിക്ക് വേണ്ടി സർജറിക്കൊക്കെ ബ്ലഡൊക്കെ കൊടുത്തു. ഇവരും ബ്ലഡൊക്കെ വേണമെന്ന് പറഞ്ഞു, അങ്ങനെ അതൊക്കെ കൊടുത്തു. അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തതിന് സർജറി സമയത്ത് അവരുണ്ടായിരുന്നു. ജോലിക്ക് പോകുന്നവരാണ് അവർ. സർജറി കഴിയുന്നത് വരെ സർജറി റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരാണ് വന്നത്. പിന്നീട് സർജറി കഴിഞ്ഞപ്പോൾ കുറേ പേര് കൂടെ വന്നു. അപ്പോൾ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, എൻ്റെ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മനുഷ്യരൂപം. കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഷൂട്ടിൽ എൻ്റെ മനുഷ്യരൂപം എടുത്ത് എന്നെ നോക്കാനായിട്ട് ഇത്രയും ആൾക്കാരെ അയച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണേ, ആരുമില്ലാതെ ഇരുന്നതാണ്. അപ്പോൾ അവർ വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ കൊച്ചു പ്രായമില്ലേ, അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിപ്പോയി, നേഴ്സുമാർക്കും എല്ലാവർക്കും. കാരണം ചെറുപ്രായമോ അവർ പറയുന്നത് കേട്ടായിരുന്നു, അയ്യോ എന്തോരം ജീവിതം എനിക്ക് കിടക്കുന്നതാണ്, ഇനി എന്താവും എന്നൊന്നും അറിയില്ല. അതൊക്കെ ഞാൻ കേട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോഴത്തെ മാനസികാവസ്ഥയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. ഞാനിങ്ങനെ ആ ഹോസ്പിറ്റലിൽ കിടന്നൊക്കെ കരഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് രാത്രിയൊക്കെ. അപ്പോഴൊക്കെ അപ്പോൾ വന്ന് എന്നെ കാണുകയും എടുക്കുകയൊക്കെ ഒത്തിരി ഹെൽപ്പൊക്കെ ചെയ്ത് അവർ വരുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ചില ഫാമിലിയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡൊന്നും നമുക്ക് തരില്ല
ഹോസ്പിറ്റലുകാർ. അതിന് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നാൽ പോലും അവർ നമുക്ക് തരില്ല. അവർ ക്യാൻറ്റീനിൽ നിന്ന് അവർ തരുന്ന ഫുഡേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എങ്കിലും എനിക്ക് ഇടയ്ക്കൊക്കെ നേഴ്സുമാർ കഴിയൊക്കെ അതൊക്കെ മുറിച്ച് തരാറുണ്ട്. എനിക്ക് അതെല്ലാം അവർ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ അവരൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അവർക്കൊക്കെ ഞാൻ എന്നും പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട്. അവരെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ ഉള്ളത് കൊണ്ടാണ്. അവരൊക്കെ അയച്ചത് ആബയാണ്, എൻ്റെ യേശുവായാണ് അവരെയൊക്കെ എന്നെ അടുക്കിലേക്ക് അയച്ചത്. എന്നെ നന്നായിട്ട് നോക്കണം. അതായത് ഞാൻ ഇവിടെ വരുന്നത് വരെ, നാട്ടിൽ വരുന്നത് വരെ എന്നെ ഒരു കുറവുമില്ലാതെ എന്നെ നോക്കിയത്. സത്യം. അതിനുശേഷം ഭയങ്കര ഇതായിരുന്നു. എപ്പോഴും ആൾക്കാർ വിസിറ്റ് വന്ന് നോക്കുന്നു, 5 പേര് വരുന്നു, 5 പേര് പോകുന്നു. അങ്ങനെ ഫുൾ ടൈം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു എന്നെ കാണാനായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മുടെ എന്നെ ആബയുടെ ആ ഒരു സ്നേഹം, കരുതൽ, മനുഷ്യരൂപത്തിൽ വന്ന് എന്നെ നോക്കാനും എടുക്കാനും സമാധാനിപ്പിക്കാനും, ഇതെല്ലാം എൻ്റെ ആബയാണ്. ദൂതന്മാരെ വിടുന്നതും ആൾക്കാരുടെ രൂപത്തിൽ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ അപ്പോഴാണ്. അപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ നിവർന്നേ കിടക്കാൻ പറ്റുള്ളൂ. ചരിഞ്ഞൊന്നും എന്ന് വെച്ചാൽ ബോഡി അനങ്ങാൻ പാടില്ല. 1 മാസം അങ്ങനെ കിടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. 1 മിനിറ്റ് ഒരു മനുഷ്യർക്ക് അരമണിക്കൂർ പോലും കിടക്കാൻ പറ്റില്ല ഒരു സൈഡ് വെച്ച്. അപ്പോൾ 1 മാസം, അതായത് ഇവിടെ സെറ്റാവണം. ഇവിടെ 3 കമ്പി സ്പ്രിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സെറ്റാവണം. അപ്പോൾ ഒന്ന് ബോഡി അനങ്ങാൻ പാടില്ല, അതായത് ചരിയാൻ പാടില്ല. ചരിഞ്ഞാൽ ഈ പൊസിഷൻ മാറും. അപ്പോൾ 1 മാസം, അതായത് ബെൽറ്റൊക്കെ കെട്ടിയാണ് കിടത്തിയിരുന്നത്. അപ്പം ഭക്ഷണമൊക്കെ തരുന്നത് കിടന്നിട്ട് തന്നെയാണ് അവരെനിക്ക് നേഴ്സുമാർ കോരി സ്പൂണിലൊക്കെ വായിൽ വെച്ചിരുന്നതൊക്കെ. പല്ല് തേക്കുന്നതും എല്ലാം കിടക്കയിൽ തന്നെയാണ്. എന്നെ വന്ന് ആദ്യം ക്ലീൻ ചെയ്തിട്ടാണ് മറ്റുള്ള ഇടത്തൊക്കെ പോയി ക്ലീൻ ചെയ്യുന്നത്. എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരുന്നു, ബെഡൊക്കെ ഇതാക്കി തരുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരിയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നെ അതുപോലെ പൊന്നുപോലെ എൻ്റെ യേശുവായ എന്നെ നോക്കി. ഇനിയും ഉണ്ട്, ഒത്തിരിയും പറയാനുണ്ട്. കാരണം അങ്ങനെ 1 മാസം ആയപ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങനെ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് പിന്നെ ചെയ്തിട്ട്, സർജറി ചെയ്തിട്ട് ഇവിടെ വല്ല വേദനയുണ്ടോ, സൈഡ് വാരിയെല്ലിൻ്റെ അവിടെ വേദന എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചി കുത്തുന്ന പോലെ വേദനയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സ്കാൻ ചെയ്യാം. ഇപ്പോൾ സർജറി ചെയ്തില്ല, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ 1 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്കാനിങ്ങിൽ കണ്ടതിൻ്റെ അതായത് ഒരു എല്ല് പൊടിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ അതിൻ്റെ ഒരു കഷ്ണം വാരിയെല്ലിനകത്ത് തുളഞ്ഞ് കയറിയിരിക്കുക. അതിൻ്റെ ആ ഒരു കുത്തുന്ന വേദനയാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക്. അത് സ്കാൻ ചെയ്തപ്പോഴാണ് കണ്ടത്. അപ്പോൾ പറഞ്ഞു വീണ്ടും ഒരു സർജറി പിന്നെയും വേണമെന്ന് പറഞ്ഞു. 1 മാസം ആയതേ ഉള്ളൂ ഒരു സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും അടുത്ത സർജറി വേണമെന്ന് പറഞ്ഞു. അത് ഈ വാരിയെല്ലിൻ്റെ ഭാഗത്താണ്. കാരണം അതെടുക്കണമല്ലോ അതിനകത്തുനിന്ന്. അങ്ങനെ അടുത്ത സർജറിക്കുള്ള ഒരുക്കം. അങ്ങനെ സർജറി ഒത്തിരി വേദന സഹിച്ചു. ഒത്തിരി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വേദന ഞാൻ സഹിച്ചിട്ടുണ്ട്. അപ്പം എന്നാ പറയാനാ, 2ാമത്തെ സർജറിയും ചെയ്തു. അവിടെ 3 മാസം അവിടുത്തെ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നു. 3 മാസം സൂര്യൻ്റെ വെയിൽ കൊള്ളാതെ ആ റൂമിൽ 3 മാസം അവിടെ കിടന്നു ഞാൻ. അപ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ നേഴ്സുമാരോട് ഞാൻ ചോദിച്ചു, ഇതിനെ പറ്റി ഇങ്ങനെ ഡോക്ടർ ചെയ്യാൻ. അപ്പോഴാണ് ഒരു ദിവസം എന്നോട് ഈ കഥകളൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ്, ഒരു ദിവസം ഡോക്ടർ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം ചെയ്യില്ല എന്ന് പറഞ്ഞ ദിവസം, അതായത് ഈ സർജറി ചെയ്യുന്നതിൻ്റെ തലേന്ന് മാക്സിമം ഇവർ പറഞ്ഞു, പാവമാണ്, പാവപ്പെട്ട കുട്ടിയാണ്, ജീവിതം ഇനി എത്ര കിടക്കുന്നു ഡോക്ടറെ, എന്ന് ചെയ്താൽ വലിയ ഉപകാരമേ നമുക്ക് കയറ്റി. ആ കുട്ടി പറയുന്നത് കൊന്നിട്ട് കയറ്റി അയച്ചാൽ മതിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സാഹചര്യം മോശമാണ്. കാരണം ഇവിടെ വെച്ചാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കില്ല. അവിടെ വെച്ചായതുകൊണ്ട്, കാരണം അത്രയും ഇത് അവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ പോലെയല്ല, അത്രയും സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ട്. അപ്പം നല്ലൊരു ഡോക്ടറും യേശുവ പറഞ്ഞു വിട്ടു എനിക്ക് വേണ്ടിയിട്ട്. അപ്പം ആ സമയത്തിന് ആ ഡോക്ടർ അവർക്ക് അതിശയമായി പോയി. കാരണം വരേണ്ട സമയം ആയിട്ടില്ല പുള്ളിക്കാരൻ ഇവിടെ പഠിപ്പിക്കാനായിട്ട്. അപ്പം ആ സമയത്ത് പുള്ളിക്കാരൻ അവർക്ക് തന്നെ അതിശയമായിപ്പോയി, എന്ത് പെട്ടെന്ന് ഇങ്ങനെയാണ് വന്നതെന്ന്. കാരണം പോയിട്ട് കുറച്ച് ദിവസം ആവുന്നതേ ഉള്ളൂ പുള്ളി പോയിട്ട് ഇവിടെ നിന്ന്. അപ്പോൾ 3 മാസം കൂടുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ വന്നു. അപ്പോൾ അതൊക്കെ യേശുവാണ് പറഞ്ഞു വിടുന്നതാണ്. കാരണം ഞാനിവിടെ കിടക്കുമല്ലേ. അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ തലേ ദിവസം സർജറിക്ക് തലേ ദിവസം ഇങ്ങനെ പറഞ്ഞു, പറ്റില്ല, തീർത്ത് പറഞ്ഞു പറ്റില്ല, ഞാൻ പോവുകയാണ്, എനിക്ക് അത്യാവശ്യം പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ
പുള്ളിക്കാരൻ ഇങ്ങനെ ഹാളിലിങ്ങനെ ടി വി കണ്ടിട്ട് കിടക്കുക പുള്ളിക്കാരൻ്റെ റൂമിൽ സെറ്റിയിൽ. അപ്പോൾ കണ്ടിട്ട് കിടക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ കണ്ടങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ടി വി ഓണാ, ലൈറ്റ് കിടക്കുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ടി വി ഓണാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ കണ്ടുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്ക് മയങ്ങിപ്പോയി. പുള്ളിക്കാരൻ വെളുപ്പാൻ കാലമായപ്പോഴത്തേക്ക് ചാടി, ഒരു 3 മണി 3:30 ആയപ്പോഴത്തേക്ക് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് ടി വി എല്ലാം ഓഫായി കിടക്കുന്നു. അതായത് റൂം മൊത്തം ഇരുട്ട്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ചാടി എഴുന്നേറ്റപ്പോൾ പുള്ളി ഈ ഉറക്കത്തിലൊരു സൗണ്ട് കേൾക്കുമായിരുന്നു. അതായത് ഒരു മൂലയ്ക്ക് നിന്ന് ഇങ്ങനെ ഒരു പ്രകാശം പോലെ ഇങ്ങനെ പുള്ളിക്ക് ഇങ്ങനെ മുഖത്തോട്ട് അടിച്ചപ്പോഴത്തേക്ക് പുള്ളി ഒരു സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ, വേറെ ആളിനെ കാണുന്നില്ല, സൗണ്ട് മാത്രം കേട്ടു. നിൻ്റെ മോൾക്കാണ് ഇങ്ങനെ വന്നാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ ആ ഡോക്ടറിനൊരു മോളുണ്ട്, എൻ്റെ പ്രായമുള്ള. അപ്പം ഒരേ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ പുള്ളിക്കാരനോട്, നിൻ്റെ മോൾക്കാണ് ഇത് സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും? അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പം പുള്ളിക്കാരൻ്റെ മോൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ, എൻ്റെ സ്ഥാനത്ത് സംഭവിച്ചാൽ പുള്ളിക്കാരൻ എന്നാ ചെയ്യും? പെട്ടെന്ന് സർജറി ചെയ്ത് എങ്ങനെ മാക്സിമം ഇതാക്കിയെടുക്കാനല്ലേ നോക്കുള്ളൂ. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഞെട്ടി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ മൊത്തം ഇരുട്ട്. അപ്പം പുള്ളിക്ക് മനസ്സിലായി. പിന്നെ കിടന്നിട്ട് പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പുള്ളിക്ക് എന്തോ ഒരു അസ്വസ്ഥത. പുള്ളി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇതാകുന്നത്. അപ്പോൾ അത് നേഴ്സിനോട് ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന്. അങ്ങനെയാണ് എന്നെ വന്ന് കൊണ്ടുപോയത്. അപ്പോൾ ഡോക്ടർ സർജറി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ദൈവത്തിന് പ്രിയപ്പെട്ട മകളാണ്. അതാച്ചാൽ ആ രാത്രിത്തെ സംഭവം വച്ചിട്ടാണ് ഈ ഡോക്ടർ രാവിലെ സർജറി കഴിഞ്ഞിട്ട് ഈ ആൾക്കാരനോട്, നേഴ്സിനോടൊക്കെ പറയുന്നത്, ദൈവത്തിന് പ്രിയപ്പെട്ട മകളാണ് എന്ന് പറഞ്ഞു. ഡോക്ടർ മനസ്സിലായി. പിന്നെ ആ ഡോക്ടർ എന്നെ പൊന്നു പോലെയാണ് നോക്കിയത്, സ്വന്തം മോളിനെ നോക്കുന്ന പോലെ. എനിക്കൊരു കുറവും വരാതെ പൊന്നു പോലെ എന്നെ നോക്കി. എനിക്കൊരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പിന്നെ നേഴ്സുമാരോടൊക്കെ പറഞ്ഞു. എന്തുണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കുക. 2 സർജറിയാണ് ഡോക്ടറാണ് ചെയ്തത്. പിന്നെ വേറെ 2-3 ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സർജറി ചെയ്യുന്ന സമയത്ത് കയറുമ്പോൾ കാണുമല്ലോ, എനിക്ക് ഓർമ്മ പോകുന്നതിന് മുന്നേ ഞാൻ കാണും ഡോക്ടർമാർ, നേഴ്സുമാരൊക്കെ. അപ്പോൾ വിദേശത്തു നിന്നൊക്കെ വേറെ ഡോക്ടർമാർ, വലിയ ഡോക്ടർമാരൊക്കെ, വിദേശീയ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ 2ാമത്തെ സർജറി ഒത്തിരി ടൈം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. 2ാമത്തെ സർജറി അതിനകത്ത് 6 മണിക്കൂറോ 5 മണിക്കൂറോ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സർജറി ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ചോദിച്ചു, എന്ത് ഡോക്ടർ പെട്ടെന്ന് കഴിഞ്ഞു? ഒരു 3 മണിക്കൂറിനകത്ത് വെച്ച് കഴിഞ്ഞു. അതെന്താ പെട്ടെന്ന് കഴിഞ്ഞതെന്ന് അവർ പറഞ്ഞു, അത് പെട്ടെന്ന് എന്താണെന്നറിയില്ല, സർജറി ചെയ്യുന്ന സമയത്ത് ഒരാൾ ഒരു ശക്തി വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് ഇത് അവിടെ എടുത്ത് വയ്ക്കുക, ഇത് ഇവിടെ എടുത്ത് വയ്ക്കുക, എല്ലാം കൈ അങ്ങ് ഓട്ടിച്ച് സ്പീഡിലാക്കി എല്ലാം സെറ്റ് ചെയ്ത് തന്നു. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് വേർക്കുമായിരുന്നു ആ സമയത്ത്, സർജറി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തോ ഒരു ശക്തി വന്ന് പുള്ളിയുടെ കൈ പിടിച്ച് ഇതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു. കാരണം ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ വാരിയലിനകത്തൊക്കെ തുളഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ അതൊക്കെ എടുക്കണം, അതിനാണ് അത്രയും ടൈം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്ക് തന്നെ അപ്പോഴും 2ാമത്തെ പ്രാവശ്യം പുള്ളി ഭയങ്കരമായിട്ട് വേർത്ത് എന്തോ ഒരു വല്ലാത്തൊരു പുള്ളിക്ക് അസ്വസ്ഥത തോന്നി. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഞാൻ യേശുവായിൻ്റെ സ്വന്തം മകളാണെന്ന്, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എൻ്റെ യേശുവായി ആ ഡോക്ടർ മനസ്സിലായി. എന്നെ കരുതലോടെയാണ് കൊണ്ടുപോകുന്നത് യേശുവാന്ന് ആ ഡോക്ടറിന് നല്ലതുപോലെ മനസ്സിലായി. പുള്ളി ഒരു ഹിന്ദുവാണ്, നായരാണ്. അപ്പോൾ പുള്ളി അങ്ങനെ പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം ആ ഡോക്ടറിന് അനുഭവപ്പെട്ടത്. അങ്ങനെ സർജറിയൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞു. അതിനിടയ്ക്കൊക്കെ ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി മലയാളീസൊക്കെ വന്ന് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് എനിക്ക് ഡ്രസ്സൊക്കെ ഇടാനായിട്ട് ഡ്രസ്സൊക്കെ മേടിച്ച് തന്നു. ഫാമിലിയൊക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് മേടിച്ച് തന്നു, പുതിയ ഡ്രസ്സൊക്കെ കൊണ്ടു തന്നു. അങ്ങനെയൊക്കെ ഒത്തിരി ഹെൽപ്പ് എനിക്ക് ചെയ്തു. ഈ നേഴ്സുമാരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കേട്ടോ. എനിക്ക് ഫസ്റ്റ് സർജറി ചെയ്ത് കഴിഞ്ഞ് എന്നെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ എനിക്ക് വേദന, അന്ന് സർജറിയുടെ കഴിഞ്ഞ ഭയങ്കര വേദന, സഹിക്കാൻ മേലാത്ത വേദന, എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഈ ഉറക്കത്തിനുള്ള ഇഞ്ചക്ഷൻ എനിക്ക് തന്നായിരുന്നു, കാരണം ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ട്, വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും ഉറക്കത്തിനുള്ള. അപ്പോൾ എന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല.
അപ്പോൾ നേഴ്സ് വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി, ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്തു. അപ്പോൾ പുള്ളിക്കാരിയുടെ ആ കയ്യിലൊരു ടേപ്പ്, അന്നത്തെ ടേപ്പ് ഉണ്ടായിരുന്നല്ലോ, ടേപ്പ് കാർഡ്, കാസറ്റ്, ഓഡിയോ കാസറ്റ് ഇട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നത്, ഒരു ചെറുതുണ്ടായിരുന്നു, ഒരു സ്പീക്കറിൻ്റെ. അപ്പോൾ അത് പുള്ളിക്കാരി എൻ്റെ തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് കുത്തി വെച്ചിട്ട് ഒരു കാസറ്റ് അങ്ങിട്ടു. രാത്രി 12-1 മണിയായി. എന്നിട്ട് ഞാൻ ഉറങ്ങുന്നില്ല. എനിക്ക് ഉറക്കത്തിൻ്റെ ഇഞ്ചക്ഷൻ നിന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വേദന, കഠിനമായ വേദന. ഈ പച്ച മാംസത്തിൽ ഇങ്ങനെ ഇഞ്ചക്ഷൻ, അത് ഈ സ്റ്റാപ്ലർ പിന്നൊക്കെയാണ് കുത്തി ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു വലിയുന്നതിൻ്റെ എൻ്റെ യേശുവ ആ കുരിശിൽ അതിന് മുന്നേ അനുഭവിച്ച ആ വേദനയൊക്കെ ഞാനും അതുപോലെ ഞാനതൊക്കെ ഓർക്കുമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ എൻ്റെ യേശുവ എന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇത്രയും വേദനയാണെങ്കിൽ ആ പച്ച മാംസത്തിൽ ഇനി ചെയ്യാനൊന്നുമില്ലായിരുന്നു എൻ്റെ യേശുവായിനെ. അതൊക്കെ ഞാൻ ഓർത്തുപോയി കേട്ടോ സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഒരു ഭക്തിഗാനം, യേശുവായിയുടെ ഒരു ഭക്തിഗാനം. ആ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ആ ഒരു പാട്ട് ഞാൻ എവിടെ കേട്ടാലും, ആ പാട്ട് എത്ര വർഷമായെന്നറിയോ, ആ പാട്ട് ഞാൻ എവിടെ കേട്ടാലും എൻ്റെ ജീവിതമായിട്ട് ആ പാട്ടിന് ബന്ധം. അതായത് അതുപോലെ എൻ്റെ യേശുവായ ആ പാട്ടിൽ കൂടെ വന്ന് എനിക്ക് തരേണ്ട വാക്കുകൾ ആ പാട്ടിൽ കൂടെ പറയുക. അത് ഒരു പ്രത്യേക ഒരു പാട്ടാണ്. അത് എപ്പോഴും എല്ലായിടത്തും ഇടില്ല, ചിലയിടത്ത് മാത്രമേ ഇടാറുള്ളൂ, ചിലയിടത്തൊക്കെ. പക്ഷെ അത് കേട്ടാൽ ഞാൻ കാതോർത്തിരിക്കും. എൻ്റെ ആ സമയത്ത് എൻ്റെ ആ രംഗം ആലോചിച്ച് പോവും ആ പാട്ട് കേൾക്കുമ്പോൾ. അതുപോലൊരു അർത്ഥമുള്ള പാട്ടാണ്. എൻ്റെ യേശു അതിൽ കൂടെ എന്നോട് സമാധാനിപ്പിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ആ പാട്ടിൽ കൂടെ. അതുപോലെ ഒരു അർത്ഥമുള്ള പാട്ടാണ്. അപ്പോൾ ആ പാട്ട് കേട്ട് ഞാനങ്ങ് അറിയാതെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. ഞാൻ പോലും അറിഞ്ഞില്ല, ഞാൻ ഉറങ്ങി ആ പാട്ട് കേട്ട്. അതായത് എൻ്റെ യേശുവാ എന്നെ ഉറക്കിയത് ആ പാട്ട് കൊണ്ട്. കാരണം എനിക്ക് ഉറക്കത്തിനുള്ള ഇഞ്ചക്ഷൻ തന്നിട്ട് പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് അവരൊക്കെ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ, വീണ്ടും മരുന്ന് തരാൻ പറ്റില്ല. അപ്പോൾ എന്നെ ഉറക്കാനായിട്ട് ആ പാട്ട് എൻ്റെ യേശുവാണ് എൻ്റെ തലയ്ക്ക് മുകളിലിരുന്നു. എന്നെ ഉറക്കാനാണ് പാട്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ആ പാട്ട് കേട്ടങ്ങ് ഞാൻ അറിയാതെ അങ്ങ് ഉറങ്ങി. പിറ്റേന്ന് ഞാൻ എഴുന്നേൽക്കുന്നത് 1 മണിക്ക് ഉച്ചയ്ക്ക്. അതായത് എനിക്ക് രാവിലെ 6 മണി 6:30 ആകുമ്പോൾ അവിടെ ഫുഡ് കൊണ്ടുവരും. രാവിലത്തേത് ഫുഡ്, പാല് ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പം കൊണ്ടുവരും. പിന്നെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് കൊണ്ടുവന്നേക്കും. ഇതെല്ലാം ടേബിളിൽ ഇരിക്കുക. അതായത് ഉച്ചത്തെ ഭക്ഷണം ഈ 3 സാധനം ടേബിളിൽ നിറഞ്ഞിരിക്കുക. അപ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ചില്ല. കാരണം ഞാൻ ലേറ്റായല്ലേ ഉറങ്ങിയേ രാത്രിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ട് നേഴ്സുമാർ എന്നെ ഒന്നും ക്ലീൻ ചെയ്യാനോ ഒന്നിനും വന്നില്ല. ഇടയ്ക്ക് ഇവർ വന്ന് നോക്കുന്നുണ്ടായിരുന്നു ആയിരിക്കും. എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വരും. ഇവർ ഡോർ തുറന്നിട്ട് ഇങ്ങനെ എത്തി നോക്കും, ഉറങ്ങുവാണോ, എന്ത് ചെയ്യുവാണോ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമുക്ക് അവർ പറയും എന്നെ ഞങ്ങൾ വിളിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ എന്നെ അവർ എഴുന്നേൽപ്പിച്ചില്ല. 1 മണിയായപ്പോൾ ഞാൻ തന്നെയാണ് എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ ബെഡിനമക്കി. അപ്പോൾ നേഴ്സ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു അന്ന് രാത്രിയിൽ ഞാനൊരു കണ്ടു. എൻ്റെ യേശുവായിനെ കണ്ടു. അതായത് മുഖം ഞാൻ കണ്ടില്ല, മുഖം എനിക്ക് കാണാൻ പറ്റില്ല. വലിയൊരു രൂപം, ഒരു വെള്ള വസ്ത്രം ഉടുത്ത്, ഒരു ഷോളൊക്കെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഇരിക്കുക. പക്ഷെ മുഖം കാണാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ കട്ടിലിൻ്റെ സൈഡ്, ഞാൻ കിടക്കുന്നതിൻ്റെ സൈഡ് വന്നിങ്ങനെ ഇരിക്കുക. എൻ്റെ കാലിൻ്റെ അവിടെ വന്നിങ്ങനെ ഇരിക്കുക എൻ്റെ യേശുവ. ആ രംഗം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോഴാണ് ഞാനങ്ങ് ഉറങ്ങിക്കഴിഞ്ഞു. പിന്നെ ഞാനൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഇതിൽ ഞാൻ ഇത്രയേ കണ്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ആരോടെങ്കിലും പറയാനായിട്ട് എനിക്കൊരു ആകാംക്ഷ. അപ്പോൾ ഞാൻ ഉടനെ ഓർമ്മ വന്നത്, ഞാൻ ഉടനെ ബെല്ലടിച്ചിട്ട് നേഴ്സ് ഓടി വന്നു. എഴുന്നേറ്റോ എന്ന് ചോദിച്ചു. അമ്മ എഴുന്നേറ്റോ നേഴ്സേ, ഇങ്ങനെയാണൊരു സംഭവം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഉറങ്ങിയോ മിനി രാത്രിയിൽ നന്നായിട്ട്, എപ്പോഴാണ് ഉറങ്ങിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല സിസ്റ്ററെ, ഇവിടെ പാട്ടിട്ടിട്ട് നേഴ്സ് അങ്ങ് പോയി. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പാട്ട് കേട്ട് ഇങ്ങനെ കിടന്ന് ഞാനങ്ങ് മയങ്ങിപ്പോയി. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എപ്പോഴാണ് ഉറങ്ങിയതെന്ന്. പക്ഷേ ആ ഇതിൽ ഞാനൊരു കണ്ടായിരുന്നു ഇങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളുടെ അടുത്ത് യേശുവ വന്നതാ, മോളുടെ അരികിൽ യേശുവ വന്നിരുന്ന ആ വേദനയൊക്കെ മോളെ ഉറക്കിയതാ, ആ മോളുടെ വേദനയൊക്കെ മാറ്റാൻ വേണ്ടി വന്നതാ.
മോൾക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ കിട്ടുന്നത് മോൾ ഒന്നുകിൽ എഴുതി വയ്ക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട, ഞാൻ എഴുതിയും വയ്ക്കുന്നില്ല, റെക്കോർഡും ചെയ്യുന്നില്ല. ഇത് എന്നും എൻ്റെ ജീവൻ ഭൂമിയിലുള്ള കാലം വരെ ഇത് എന്നും എൻ്റെ മനസ്സിൽ എന്നും ഞാൻ ഉണ്ടാവും, എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇതെന്നും ഉണ്ടാവും ഈ രംഗം. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല നേഴ്സേ, ഞാനിത് എന്നും എൻ്റെ മനസ്സിൽ ഇത് കാണുമെന്ന് പറഞ്ഞു, എൻ്റെ ശ്വാസം അടയുന്നത് വരെ എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ ഞാനതെന്നും ഓർക്കാറുണ്ട്. എൻ്റെ യേശുവ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മോളിനെ വന്ന് സമാധാനിപ്പിച്ചതാ, മോളുടെ കൂടെ യേശുവായുണ്ട്, അതല്ലേ ആ ഡോക്ടർ പറയുന്നേ, പ്രിയപ്പെട്ട മകളാണെന്ന് മോള്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, മോള് നടക്കും, നല്ലൊരു ഭാവിയുണ്ട് എന്നാ നേഴ്സ് എന്നോട് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നേഴ്സ് എനിക്കിനി എന്നാ ഭാവിയാണ്, എനിക്കിനി എന്ത് ജീവിതമാണ്, എൻ്റെ ജീവിതം പോയില്ലേ, ഇനി എൻ്റെ ജീവിതം ഇതിലായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയരുത്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ആ നേഴ്സ് എന്നോട് പറയുക അസാധ്യമായൊന്നുമില്ല, യേശുവായിക്ക് ഒരു നിമിഷം മതി, എല്ലാം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം റെഡിയാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ എന്നെ പല്ല് തേപ്പിച്ചു, ഫുഡൊക്കെ തന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചത്തെ കഴിച്ചുള്ളൂ, രാവിലത്തത് ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഉച്ചത്തെ ഫുഡ് നേഴ്സ് എനിക്ക് എല്ലാം തന്ന് വായൊക്കെ തുടച്ചു, എല്ലാം ക്ലീൻ ചെയ്ത് തന്നിട്ട് പുള്ളിക്കാരി മരുന്ന് ഗുളികയുണ്ടല്ലോ, ടാബ്ലറ്റ് ഉണ്ട്, അതൊക്കെ തന്നിട്ട് പുള്ളിക്കാരി പോയി. പിന്നെ ഫുൾ ടൈം ഞാൻ പിന്നെ നല്ല നല്ല കാസറ്റുകൾ പുള്ളിക്കാരി എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വരും, പുതിയത് വാങ്ങിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് ക്രിസ്ത്യൻ പാട്ട്, യേശുവായുടെ പാട്ട് കൊണ്ടുവന്ന് അടുക്കി വെച്ചേക്കും കാസറ്റ് എൻ്റെ തലയ്ക്ക് മുകളിൽ. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് എടുത്തിട്ട് ഫുൾ ടൈം പാട്ടിലാണ്. കാരണം അതിനകത്ത് പിന്നെ ടി വി ഉണ്ട്, ഇവിടെ ഡോക്ടർമാർ റെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന റൂമാണല്ലോ എനിക്ക് തന്നെ. അപ്പോൾ ആ ടി വിയൊക്കെ ചില സമയത്ത് ഓണാക്കി ഇവർ തന്നിട്ട് പോയിരുന്ന് കാണാം എന്നൊക്കെ പറയും. ചിലപ്പോൾ അതിലൊക്കെ ഇരുന്ന് ഹിന്ദി സിനിമയൊക്കെ കൂടുതലും കാണുന്നത്. അങ്ങനെ ഞാൻ ഹിന്ദി പഠിച്ചത്, എനിക്കറിയാവുന്നത്. അപ്പം പാട്ട്, ക്രിസ്ത്യൻ പാട്ട്, യേശുവായുടെ പാട്ടൊക്കെ കേട്ട് ഞാൻ അങ്ങനെ 3 മാസം അവിടെ ഇങ്ങനെ കഴിയുമായിരുന്നു കേട്ടോ. സമയം പോണു. അപ്പോൾ നമുക്കിത് നോക്കാം, ഇതെന്തായെന്ന് അറിയാമല്ലോ. ഇതൊക്കെ എല്ലാം സെറ്റായി കേട്ടോ, എല്ലാം സെറ്റായിട്ടുണ്ട്, നമുക്ക് റെഡിയായി. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് പറയാം കേട്ടോ. മുഴുവനും പറഞ്ഞാൽ തീരില്ല, കാരണം അത്രയ്ക്കുണ്ട്, ഇനിയും ഉണ്ട് ഒരുപാട് പറയാനായിട്ട്. എൻ്റെ ജീവിതത്തിൽ അതുപോലെയാണ് ഈ നിമിഷം വരെ എൻ്റെ യേശുവ എനിക്ക് ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളും ഓരോ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തരുന്നത്. സത്യമാണ് കേട്ടോ. അത് ലോകം അറിയണം. അതായത് ആപയുടേതായിരിക്കും ചിലപ്പോൾ, എനിക്ക് അതിനുള്ള ആ ഒരു ഭാഗ്യം എനിക്കായിരിക്കും തന്നിരിക്കുന്നത്. നിങ്ങളറിയണം, ഓരോരുത്തരുടെ അനുഭവമാണല്ലോ. മറ്റുള്ളവർ ചിലവരൊക്കെ വിശ്വസിക്കില്ല കേട്ടോ, യേശുവ ഇല്ല എന്നൊക്കെ അവരുടെ വിഷമം കൊണ്ട് അത് പറയുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേദന കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കത് മനസ്സിലായി. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഒരു ശക്തി ഈ മുകളിൽ യേശുവ ഉണ്ട്. അങ്ങനെ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മളിന്ന് ഭൂമിയിൽ ഇന്ന് ആരോഗ്യത്തോടെ ജീവിക്കുന്നത്. മനസ്സിലായോ? അപ്പം അതേ നോക്കി എല്ലാം റെഡിയായി കണ്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എരിവും കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി, നല്ല ടേസ്റ്റുണ്ട്. ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ് എല്ലാം കൂടെ, ക്യാപ്സിക്കം ഒക്കെ എല്ലാം കൂടെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. പിള്ളേർക്ക് ഇഷ്ടമാവും. ഇത് വെറുതെ വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. എടുത്തെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഞാൻ ചെയ്യുന്നത് ഉണ്ടാക്കി കാണിച്ചതാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിങ്ങനെയൊക്കെ ചിലവരുടെ വീഡിയോസൊക്കെ കണ്ട് ഞാൻ ചിലതൊക്കെ പരീക്ഷിക്കാറുണ്ട് കേട്ടോ. അവർ പരീക്ഷിക്കുമ്പോൾ അവരുടെ റെസിപ്പി നമുക്ക് പരീക്ഷിക്കാമല്ലോ. അങ്ങനെ ചിലതൊക്കെ നല്ലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട്. എനിക്ക് എൻ്റെ മനസ്സിൽ ഐഡിയ തോന്നുന്നതൊക്കെ ഞാനിടുമ്പോൾ മറ്റുള്ളവർ ചെയ്യാറുണ്ട്, എന്നോട് പറയാറുണ്ട് ആൾക്കാർ വിളിച്ചിട്ട്, ഞങ്ങൾ ചെയ്തു കേട്ടോ ചേച്ചി, നന്നായിരിക്കുന്നു. മുമ്പ് ചിക്കൻ വെള്ളമില്ലാതെ എണ്ണയിൽ വേവിച്ച് തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചില ഇതൊക്കെ അവർ റെസിപ്പി ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്നോട് വിളിച്ച് പറയാറുണ്ട് ചില ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെയും നമ്മൾ ചെയ്യണം, നമ്മുടേതും അവർ ചെയ്യുന്നല്ലോ.
അപ്പോൾ ഇതൊരു ചേച്ചി ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഞാൻ സോയാബീനൊക്കെ പിള്ളേർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് എൻ്റെ ഇതിലോട്ട്, എൻ്റെ ഐഡിയ പരമായി. പക്ഷേ ഇത് ആ ചേച്ചി ചെയ്യുന്ന കണ്ടിട്ട് ആ ഒരു ഇത് നോക്കാമെന്ന് റെസിപ്പി നോക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. അപ്പം ഞാനിനി നിർത്തുവാണ്, കാരണം ടൈം ഒരുപാട് ആവുന്നുണ്ട്. അപ്പം ഞാനിനി നാളെ വരും. ഓക്കെ. ഇപ്പം അതിന് മുന്നേ ചിലവർ ഈ വീഡിയോസ് കാണാത്തവർ, ചിലവർ ഫസ്റ്റ് ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ടിട്ടുണ്ട് മെനഞ്ഞാന്ന്, പിന്നെ ഇന്നലെ ഒരെണ്ണം ഉണ്ട്, രണ്ടാമത്തെ ഇട്ടിട്ടുണ്ട്, ഇത് മൂന്നാമത്തെയാണ് എൻ്റെ ജീവിതാനുഭവം പറയുന്നത്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഫസ്റ്റും കാണണം, സെക്കൻഡും കാണണം, എന്നിട്ട് ഇത് കാണണം കേട്ടോ. കണ്ടവരും കാണണം, കേൾക്കണം. നിങ്ങൾക്കിത് പ്രയോജനകരമായ, അതായത് യേശുവായുടെ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. കാരണം എനിക്ക് തരുന്ന അതാണല്ലോ, അനുഭവമാണല്ലോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കണം, കാണണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ മറക്കരുത്, ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്തണം. ഓക്കെ. അപ്പം ഞാൻ നല്ലൊരു ഡിഷുമായിട്ട് നാളെ വരുന്നതായിരിക്കും. എൻ്റെ ജീവിതം കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് നാളെ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ. അപ്പം നമുക്ക് നാളെ കാണാം. ബായ്.